നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. എമിറേറ്റ്സ് കാറ്ററിംഗ് കമ്പനി, അതായത് ദുബായ് എയർപോർട്ടിൽ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരുപാട് ജോബ് അവസരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് എമിറേറ്റ്സ് കാറ്ററിംഗ് കമ്പനിയിലാണ് ഈ അവസരങ്ങളെല്ലാം വന്നിട്ടുള്ളതെന്നും നമ്മൾ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകൾക്കും നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എങ്ങനെ അപ്ലൈ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. പറ്റാവുന്നത്ര ടൈം കുറച്ച് ഞാനത് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക. ആരും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ബയോയിലുള്ള ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് നമ്മൾ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാനത് പിൻ ചെയ്ത് വെക്കാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കയറിയാലും നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കിട്ടും. ഈ ഇൻ്റർഫേസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതെന്ന് വെച്ചാൽ ആ ഒരു ജോബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പേജിൽ ഉണ്ടാവുക. അതിൽ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാണിക്കുന്നത് ആഡുകളാണ്, ഗൂഗിൾ കാണിക്കുന്ന ആഡുകളാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പേജിലേക്ക് എത്തും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഡുകളിൽ ദയവായിട്ട് ക്ലിക്ക് ചെയ്യാതിരിക്കുക. എന്നിട്ട് താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ജോബ് ടൈറ്റിലും അതേത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുള്ള വ്യക്തമായിട്ട് ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടേബിളായി കൊടുക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ വേക്കൻസികൾ ഉണ്ടെന്നുള്ളത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ജസ്റ്റ് ക്വാളിഫിക്കേഷനാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇതിൽ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ജനറലായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ലാസ്റ്റ് ലിങ്ക്ഡിനിൽ കയറുന്ന സമയത്ത് കിട്ടും. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇതിൻ്റെ അട്രാക്റ്റീവ് എന്തൊക്കെ കാര്യങ്ങൾ അത് അട്രാക്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ദുബായ് ഈ ഒരു ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് അത് ലാസ്റ്റ് കാണിക്കുന്നതാണ്. പിന്നെ ഫൈനൽ തോട്ട്സിലേക്ക് പോകാം. ഇവിടെയും കാണിക്കുന്നുണ്ട് ആഡ്. ഈ ആഡിലും ക്ലിക്ക് ചെയ്യരുത്. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ താഴോട്ട് വന്നിട്ട് അപ്ലൈ നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഈ അപ്ലൈ നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് എത്താൻ പോകുന്നത് ഇവരുടെ ഒഫീഷ്യൽ ലിങ്ക്ഡിൻ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ലിങ്ക്ഡിൻ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത്. ഇതിൽ ഞാനൊരു ജോബ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒരു ജോബ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ആ ഒരു ജോബിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ വന്നു. നെക്സ്റ്റ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ പ്രീ ഫില്ല് വരും ഓൾറെഡി കൊടുത്തുകൊണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി 2 റെസ്യൂം എൻ്റെ ലിങ്ക്ഡിനിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇങ്ങനെ വന്നു. ഇല്ലാത്തവർ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ അഡീഷണൽ ക്വാളിഫിക്കേഷൻ അഡീഷണൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്യുന്നില്ല, ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യുക നെക്സ്റ്റ് അടിക്കുമ്പോൾ മാൻഡേറ്ററി ഫില്ല് ആയതുകൊണ്ട് തന്നെ റെഡ് കാണിക്കും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഒരുപാട് ജോബുകൾ താഴേക്ക് വരുന്നുണ്ട്. കുറേ എക്സ്പയർഡ് ആയത് കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടിയിലേക്ക് വേറെ കുറേ എക്സ്പയർഡ് അല്ലാത്ത ജോബുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഏത് പൊസിഷനാണ് നിങ്ങൾക്ക് യോജിക്കുന്നത് നോക്കിയിട്ട് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ഓരോന്നിനും റിക്വയർമെൻറ്റ് പ്രത്യേകം കാണിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ എമിറേറ്റ്സ് കാറ്ററിംഗ് കമ്പനിയിൽ വന്നൊരു വേക്കൻസി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ കാണിച്ചത്. നമ്മളുടെ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഷോർട്സ് റീലൊക്കെ ആയിട്ട് ഡെയിലി ഒരുപാട് വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അപ്ലൈ ചെയ്യേണ്ട രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആക്കിയിട്ടും റീലായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മിസ്സാവാതിരിക്കാനായിട്ട് ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം.